തർക്കങ്ങൾക്കിടെ മലപ്പുറം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു പി.കെ. അബു താഹിറാണ് UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസം അബു താഹിറിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സംസ്ഥാന നേതൃത്വം നാമനിർദ്ദേശം ചെയ്ത മുസ്ലിം ലീഗ് വേങ്ങര മണ്ഡലം കമ്മിറ്റി യോഗം ബഹളത്തിലാണ് കലാശിച്ചത്. സുബൈർ മാസ്റ്ററെ മത്സരിപ്പിക്കാൻ വിപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് അതേ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പ്രമേയവും അവതരിപ്പിച്ചിരുന്നു. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താണ് വേങ്ങരയിൽ സംഭവിക്കാനുള്ള സാധ്യത? കഴിഞ്ഞ ദിവസത്തെ തുടർചലനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ? ഗുഡ് മോർണിംഗ് സുഹൃതേ അശ്വതി. അതായത് ഏതെങ്കിലും അംഗങ്ങൾ മാറി നിൽക്കുമോ എന്നറിയില്ല. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷ അംഗങ്ങൾ പോലും ഇല്ല. പൂർണ്ണമായും UDF-ന്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ എത്ര പ്രതിഷേധിച്ച് മാറി നിന്നാൽ കൂടി പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അല്ലെങ്കിൽ കൂട്ടത്തോടെ മാറി നിൽക്കേണ്ടി വരും. ഏതായാലും ഒരു വർഷം പോലും തികയും മുൻപാണ് മൻസൂർ കോയ തങ്ങൾ അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാജിവെക്കുന്നത്. എന്തിന് രാജിവെച്ചു എന്ന് പ്രവർത്തകർ ചോദിച്ചിട്ട് പോലും കൃത്യമായി മറുപടി നൽകാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു വിവാദം പോലും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷം ഊരകം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ലീഗിനെ അവിടെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് ഈ മൻസൂർ കോയ തങ്ങൾ. അദ്ദേഹമാണ് രാജിവെച്ചത്. പകരം വരുന്നത് മന്ത്രി കൂടിയായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത ബന്ധുവായ പി.കെ. അബു താഹിറാണ്. അബു താഹിറിനെ തെരഞ്ഞെടുത്ത മണ്ഡലം കമ്മിറ്റി യോഗം വലിയ തർക്കത്തിലാണ് കലാശിച്ചത്. അതായത് സുബൈർ മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെട്ടത്. വിപ്പ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കൂടിയായ പി.കെ. അബു താഹിറിനെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ശ്രുതി, അശ്വതി.